സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ സാധാരണക്കാരായ എല്ലാവരും കൃത്യമായി മുൻകൂട്ടി കണ്ടതും പ്രതീക്ഷിച്ചതുമായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്നെങ്കിലും ഒരു UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഗ്രൂപ്പ് പോരുകളും പരസ്പരമുള്ള കാലുവാരലുകളും ഭരണസ്ഥിരാ കേന്ദ്രങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ ഒരു ചെറിയ ട്രെയിലർ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാഹിത്യ ഭാഷയുടെയോ അലങ്കാരങ്ങളുടെയോ ആവശ്യമില്ലാതെ നേരെ വാ നേരെ പോ എന്ന രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്താൽ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ജീർണിച്ച മുഖമാണ് വലതുപക്ഷ ക്യാമ്പിൽ ഇന്ന് തെളിഞ്ഞു കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വവും UDF ക്യാമ്പിലെ ആഭ്യന്തര കലഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകും. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണചക്രം തിരിക്കുക എന്നത് വെറുമൊരു കസേര കളിയല്ല. ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലെന്നല്ല, പക്ഷേ ആ പ്രതിസന്ധികളെ അവർ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനം. മുൻകാലങ്ങളിൽ UDF സർക്കാർ ഭരണം വിട്ടൊഴിയുമ്പോൾ ബാക്കി വെച്ചു പോയ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികകൾ ഒരു പരാതിയുമില്ലാതെ കൊടുത്തു തീർത്തത് ഇടതുപക്ഷ സർക്കാരാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ പരിഗണന എപ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിനാണ്. എന്നാൽ UDF അധികാരത്തിൽ വന്നാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വേണ്ട, ചിന്തിക്കണ്ട. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കണ്ടതല്ലേ. പെൻഷൻ വിതരണം മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള നിർണായക വകുപ്പുകളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലേ. പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് എത്തില്ല, പരീക്ഷാ പേപ്പറുകൾ ചോരും, ഉദ്യോഗസ്ഥർ തമ്മിലടിക്കും. കാരണം ഭരിക്കുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ഒന്നിലധികം ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എവിടെയാണ് അവർക്ക് സമയം? കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. നാദാപുരം മണ്ഡലത്തിൽ നിന്നുള്ളതാണെന്ന് കരുതപ്പെടുന്ന ദൃശ്യങ്ങളിൽ കോൺഗ്രസിൻ്റെ യുവ MLA KM അഭിജിത്തിനെ ഒരുപറ്റം ആളുകൾ വളഞ്ഞു വച്ച് ചോദ്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പൊട്ടിത്തെറിയുടെ തുടക്കം മാത്രമാണ്. ആരാണ് അഭിജിത്തിനെ ചോദ്യം ചെയ്യുന്നത്? പ്രതിപക്ഷ പാർട്ടിക്കാരല്ല, മറിച്ച് സ്വന്തം മുന്നണിയിലെ അണികൾ തന്നെയാണ്. VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള അധികാര വടംവലിയിൽ സംസ്ഥാന നേതൃത്വത്തെ നോക്കുകുത്തിയാക്കി അഭിജിത്ത് ഹൈക്കമാൻഡിൻ്റെ പക്ഷം ചേർന്നതാണ് അണികളെ പ്രകോപിപ്പിച്ചത്. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ നേതാക്കളുടെ ഈ ഇരട്ടത്താപ്പിൽ മനമടുത്തിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു ജനപ്രതിനിധി സ്വന്തം മുന്നണിയിലെ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തു നിൽക്കുന്ന കാഴ്ച വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഗതികേടാണ് കാണിക്കുന്നത്. എന്നാൽ ഈ നീക്കം ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ അധ്യായം ആരംഭിക്കുന്നത് സന്ദീപ് വാര്യരുടെ കടന്നുവരവോടെയാണ്. ഇന്നലെ വരെ ഇടതുപക്ഷത്തെയും ന്യൂനപക്ഷങ്ങളെയും ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ വേട്ടയാടിയ BJPയുടെ തീവ്ര ഹിന്ദുത്വ മുഖമായിരുന്ന സന്ദീപ് വാര്യർ ഒറ്റ രാത്രി കൊണ്ട് ഖദർ ധരിച്ച് UDF ക്യാമ്പിലേക്ക് വരുന്നു. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ കയ്യും നീട്ടി സ്വീകരിക്കുന്നു. മുസ്ലിം ലീഗ് അണികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഷോക്കായിരുന്നു. തങ്ങൾക്കെതിരെ നിരന്തരം വിഷം ചീറ്റിയ ഒരാൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ അവർ നിർബന്ധിതരായി. മുന്നണി മര്യാദയുടെ പേരിൽ ലീഗ് പ്രവർത്തകർ തങ്ങളുടെ വിയർപ്പും ചോരയും ഒഴുക്കി. സന്ദീപ് വാര്യരുടെ ഭൂതകാലം ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ അവർ പാടുപെട്ടു. ഒടുവിൽ ഒരു LDF കോട്ടയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ സന്ദീപ് വാര്യർ വിജയിച്ചു കയറുകയും ചെയ്തു. ജയിച്ചു കയറിയ സന്ദീപ് വാര്യർ പിന്നീടെടുത്ത നിലപാടാണ് ലീഗിനെയും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും ഞെട്ടിച്ചത്. തന്നെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ മുൻകൈയെടുത്ത മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്ന VD സതീശനെ സന്ദീപ് വാര്യർ അതിവിദഗ്ധമായി തഴഞ്ഞു. പകരം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ നിന്നും ചരട് വലിക്കുന്ന KC വേണുഗോപാലിനാണ്. അധികാരത്തിൻ്റെ ഉന്നത ശൃംഖങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനുള്ള സന്ദീപിൻ്റെ ഈ അവസരവാദ രാഷ്ട്രീയം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നെഞ്ചത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു. ഈ സമയത്ത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര സമവാക്യങ്ങൾ വളരെ സങ്കീർണമായിരുന്നു. അണികൾക്കും താഴെത്തട്ടിലുള്ള നേതാക്കൾക്കും ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാമായിരുന്നു: ഷാഫിയും സതീശനും തമ്മിൽ ചേരില്ല എന്ന യാഥാർത്ഥ്യം. സംസ്ഥാന നേതൃത്വത്തിനുള്ളിലെ ഈ വിള്ളലുകൾ കൃത്യമായി മനസ്സിലാക്കിയാണ് സന്ദീപ് വാര്യർ കരുക്കൾ നീക്കിയത്. തനിക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഡൽഹി നേതൃത്വത്തെ കൂട്ടുപിടിച്ച് സംസ്ഥാന നേതൃത്വത്തെ വെട്ടിനിരത്താൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഇന്ന് സന്ദീപ് വാര്യരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സത്യം പറയാമല്ലോ, കഴിഞ്ഞ ദിവസം മുതൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല.
അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരെ ഭയന്നാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? CPM-നെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ല, മറിച്ച് അദ്ദേഹത്തിന് വേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ വിയർപ്പൊഴുക്കിയ, അദ്ദേഹത്തെ വിജയിപ്പിച്ചു വിട്ട സ്വന്തം മുന്നണിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെയാണ് അദ്ദേഹം ഭയക്കുന്നത് എന്നുള്ളതാണ് രസകരം. തങ്ങൾ ഇത്രയും കാലം എതിർത്ത ഒരാളെ മുന്നണിയിലേക്ക് സ്വീകരിച്ച് അയാൾക്ക് വേണ്ടി വോട്ട് പിടിച്ച ലീഗ് പ്രവർത്തകർക്ക് ലഭിച്ചത് 8ൻ്റെ പണിയാണ്. കാരണം പുറത്തു വന്ന ആ കോൺഗ്രസ് നിരീക്ഷകൻ്റെ ലിസ്റ്റിൽ സന്ദീപ് വാര്യർ KC വേണുഗോപാലിനെയാണ് പിന്തുണച്ചത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഒന്നടങ്കം VD സതീശന് വേണ്ടി നിൽക്കുമ്പോൾ സന്ദീപ് വാര്യർ ഈ കാണിച്ചത് ചതിയല്ലേ? അതാണ് ലീഗുകാരുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ KM അഭിജിത്തിന് നേരെ ഉയർന്ന പ്രതിഷേധം സന്ദീപ് വാര്യർക്കും നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നുള്ളൂ. ഇതിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ലളിതമായൊരു കാര്യമുണ്ട്. ആശയങ്ങളോ ആദർശങ്ങളോ ഇല്ലാത്ത കേവലം അധികാരക്കൊതി മാത്രമുള്ള ഒരു കൂട്ടം ആളുകളുടെ താവളമായി UDF മാറിയിരിക്കുന്നു. ഇന്നലെ വരെ വർഗീയത പറഞ്ഞവർ ഇന്ന് മതേതരത്വത്തിൻ്റെ അപ്പോസ്തലന്മാരാകുന്നു. നാളെ അവർ വീണ്ടും മറുകണ്ഠം ചാടില്ല എന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? ഇടതുപക്ഷം എപ്പോഴും ജനപക്ഷത്ത് നിൽക്കുന്നത് അവരുടെ വ്യക്തമായ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വ്യക്തികളുടെ അധികാരമോഹങ്ങളെക്കാൾ അവിടെ വലുത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണ്. പെൻഷൻ കൃത്യമായി കൊടുക്കാനും നാടിൻ്റെ വികസനം മുടങ്ങാതിരിക്കാനും ഒരു ദുരന്തം വരുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കാനും ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് കാലം തെളിയിച്ചതാണ്. വലതുപക്ഷത്തിൻ്റെ ഈ ഗ്രൂപ്പ് കളികളും ഒളിച്ചോട്ടങ്ങളും കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കേരളത്തിൽ വലിയ ആയുസ്സില്ല. വീടിനുള്ളിൽ സ്വന്തം അണികളെ ഭയന്ന് ഒളിച്ചിരിക്കുന്ന നേതാക്കൾക്ക് നാടിനെ നയിക്കാൻ കഴിയില്ല. അവിടെയാണ് ചെങ്കൊടിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അത് വെറുമൊരു കൊടിയല്ല, ജനങ്ങൾക്കുള്ള ഉറപ്പാണ്. വഞ്ചിക്കപ്പെടില്ല എന്ന ഉറപ്പ്, വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന ഉറപ്പ്, സുരക്ഷിതമായ ഒരു നാളെയെക്കുറിച്ചുള്ള ഉറപ്പ്. ജനങ്ങൾക്കത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാൻ ഇനിയും ദിവസങ്ങളുമുണ്ട്. ആ ഉറപ്പിലാണ് കേരളം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ വിശ്വാസം തകർക്കാൻ ഒരു വാര്യർക്കും ഒരു ഗ്രൂപ്പ് മാനേജർക്കും കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാര്യങ്ങൾ നേരെ ചൊവ്വേ മനസ്സിലാക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ അവസരവാദ രാഷ്ട്രീയത്തിന് വരും നാളുകളിൽ ശക്തമായ മറുപടി നൽകുക തന്നെ ചെയ്യും എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠവും.